സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നലെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. ഈ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മിക്കവാറും എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമ്മൾ കഠിനമായി പരിശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാൻ ആകുമെന്നാണ്. ഹാർഡ് വർക്കാണ് നമ്മുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട രഹസ്യം. നമ്മൾ ഓരോരുത്തരും ഏത് ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത്, അതിന് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. കഠിനമായി പരിശ്രമിച്ചാൽ നമുക്ക് ഏതൊരു എക്സാമും ഏതൊരു ലക്ഷ്യം നമുക്ക് സുഖമായിട്ട് വിജയിക്കാനാകും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് പോകാം. Which state received the Arogya Mandhan 3.0 for providing the most number of free treatments in the country? രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സകൾ നൽകിയതിന് ആരോഗ്യ മന്ദൻ 3.0 ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരള. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് 3 ദേശീയ അവാർഡുകൾ ആണ് നേടിയിട്ടുള്ളത്. ആരോഗ്യമന്ദൻ 3.0 എന്ന അവാർഡ് കേരളത്തിന് ലഭിച്ചു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പഠനത്തിലൂടെ സംസ്ഥാനം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡ്. കൂടാതെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്കുള്ള അവാർഡ് കോട്ടയം മെഡിക്കൽ കോളേജ് കരസ്ഥമാക്കി. പ്രധാനമന്ത്രി ആരോഗ്യമിത്ര അവാർഡ് ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിലെ A. അശ്വതി നേടി. Who is the Kerala state topper in the UPSC Civil Services Examination 2020? 2020 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ കേരള സംസ്ഥാന ടോപ്പർ ആരാണ്? K. മീര. തൃശൂർ ജില്ലയിലെ പൊട്ടൂരിലെ കോലഴിയിലെ മീര K സിവിൽ സർവീസ് പരീക്ഷയിൽ 6ാം റാങ്ക് കരസ്ഥമാക്കി. മീര K കേരള സംസ്ഥാനത്തെ ടോപ്പറാണ്. ശ്രീമതി മീര തന്റെ 4ാമത്തെ ശ്രമത്തിൽ ആണ് ഈ പരീക്ഷ വിജയിച്ചത്. 2016 തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BTech കരസ്ഥമാക്കിയ മീരയുടെ പിതാവ് K. രാംദാസ് ഒരു നിർമ്മാണ കമ്പനി നടത്തുന്നു. അമ്മ K. രാധിക മുണ്ടത്തിക്കോട് NSS ഹൈസ്കൂളിലെ അധ്യാപികയാണ്. Who secured the first rank in the UPSC Civil Services Main Examination 2020? UPSC സിവിൽ സർവീസ് മെയിൻ പരീക്ഷ 2020 1ാം റാങ്ക് നേടിയത് ആരാണ്? ശുഭം കുമാർ. IIT മുംബൈയിൽ നിന്നുള്ള BTech സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശുഭം കുമാർ ആണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. വനിതകളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ളത് ജാഗ്രതി അവസ്ഥി. 2ാം റാങ്കാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന 25 റാങ്കുകളിൽ 13 റാങ്ക് ആൺകുട്ടികൾക്കും 12 റാങ്ക് പെൺകുട്ടികളുമാണ് കരസ്ഥമാക്കിയത്. 2020 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 761 പേരാണ് പാസ്സായത്. In which place was the first Himalayan Film Festival inaugurated on September 24, 2021? 2021 സെപ്റ്റംബർ 24 ആദ്യത്തെ ഹിമാലയൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? സംസ്കൃതി കേന്ദ്ര ലേ. 2021 സെപ്റ്റംബർ 24 യൂണിയൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അനുരാഗ് താക്കൂർ ആദ്യത്തെ ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 24 മുതൽ 28 വരെ നടക്കുന്ന ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് സംസ്കൃതി കേന്ദ്ര ലേയിലാണ്. ഷേർഷാ എന്ന ഫിലിമാണ് ഇവിടെ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. Which private company will become the first to manufacture a military aircraft in India? ഏത് സ്വകാര്യ കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈനിക വിമാനം നിർമ്മിക്കുന്നത്? TASL ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആവറോ 748 വിമാനങ്ങൾക്ക് പകരം 56 C-295 ഇടത്തരം ഗതാഗത വിമാനം വാങ്ങാൻ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഓഫ് സ്പെയിനുമായി 20,000 കോടിയിലധികം രൂപയുടെ കരാർ കേന്ദ്ര സർക്കാർ സെപ്റ്റംബർ 24, 2021
ഒപ്പിട്ടു. കരാർ പ്രകാരം 48 മാസത്തിനുള്ളിൽ 16 വിമാനങ്ങൾ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഇന്ത്യയിലെത്തിക്കും. ബാക്കിയുള്ള 40 വിമാനങ്ങൾ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡിന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കും. Which nation always speak first at the UN General Assembly? UN General Assemblyയിൽ ഏത് രാഷ്ട്രമാണ് എപ്പോഴും ആദ്യം സംസാരിക്കുന്നത്? ബ്രസീൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UN രൂപീകരിച്ച അന്നു മുതൽ ബ്രസീൽ ആണ് UN ജനറൽ അസംബ്ലിയിൽ ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം തൊട്ടുപുറകെ US ആണ്. ആ പാരമ്പര്യം ഇന്നും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. Name of US Vice President ceremonial office where Prime Minister Narendra Modi and Vice President Kamala Harris had bilateral talks. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഉഭയകക്ഷി ചർച്ച നടത്തിയ US വൈസ് പ്രസിഡന്റിന്റെ ആചാരപരമായ ഓഫീസിന്റെ പേര്? ഐസൻഹവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗ്. 2021 സെപ്റ്റംബർ 24 തീയതി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഉഭയകക്ഷി ചർച്ച US വൈസ് പ്രസിഡന്റിന്റെ സെറമോണിയൽ ഓഫീസ് ആയിട്ടുള്ള ഐസൻഹവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗിൽ വെച്ച് നടത്തി. US വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സെറമോണിയൽ ഓഫീസ് ബിൽഡിംഗ് ആണ് ഐസൻഹവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗ്. ഇത് 150 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഇന്ന് സെപ്റ്റംബർ 25 അന്ത്യോദയ ദിവസ് ആയിട്ട് ആചരിക്കുന്നു. പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികമാണിത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.